നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. എക്സസൈസ് 2.5-ലെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലേണിംഗ് പ്ലാറ്റ്ഫോം ചാർജസ് എ ഫിക്സഡ് മന്ത്ലി ഫീ ആൻഡ് an additional cost per digital learning module accessed. A student observed that when she accessed the 10 modules, her bill was 400. When she accessed the 40 modules, her bill was 500. If the monthly bill Y depends on the number of modules accessed, If, according to the relation y is equal to ax plus b, and find the values of a and b. ഇവിടെ ക്വസ്റ്റ്യനിലെ ലീനിയർ റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ലീനിയർ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ലീനിയർ റിലേഷൻ ഓഫ് ടു വേരിയബിൾസ് y and a. ദെൻ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ മന്ത്ലി ഒരു ഫിക്സഡ് ഫീ പറഞ്ഞിട്ടുണ്ട്. ആ ഫിക്സഡ് മാസം തോറും ഒരു ഫിക്സഡ് ഫീ ഉണ്ട്. ആ ഫിക്സഡ് ഫീയെ ഡിനോട്ട് ചെയ്യാൻ ബി എന്ന ലെറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ബി ഫിക്സഡ് ഫീ എത്രയാണ് എന്ന് നമ്മൾക്കറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ളത് ബി ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ബട്ട് ഇതിന്റെ കൂടെ അഡീഷണൽ ചാർജ് കൂടെ അഡീഷണൽ കോസ്റ്റ് കൂടെ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡിജിറ്റൽ ലേണിംഗ് മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ ആക്സസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ മൊഡ്യൂൾസ് ആക്സസ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര മൊഡ്യൂളാണോ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ആ നമ്പറിനനുസരിച്ച് ഇതിന്റെ റേറ്റ് കൂടി വരും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 1 മൊഡ്യൂളാണ് നമ്മൾ ഒരു മാസം 3 മൊഡ്യൂളാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ 1 മൊഡ്യൂളിന്റെ റേറ്റ് 5 റുപ്പീസ് ആണ്. അങ്ങനെയെങ്കിൽ 3 മൊഡ്യൂളാണ് ആക്സസ് ചെയ്യുന്നത്. 3 മൊഡ്യൂൾ ആക്സസ് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ് എത്രയാ വരിക? 3 × 5 ആണ്. കാരണം മൊഡ്യൂൾസ് ഏത് മൊഡ്യൂൾ എടുത്താലും ഏത് മൊഡ്യൂൾ ആക്സസ് ചെയ്താലും അതിന്റെ റേറ്റ് ഈക്വൽ ആണ്. മൊഡ്യൂൾ ഇന്ന മൊഡ്യൂളാണ് അല്ലെങ്കിൽ മൊഡ്യൂളിന്റെ ഡിഫറൻസ് അനുസരിച്ച് അതിന് റേറ്റ് ഡിഫറെന്റ് ആവുന്നില്ല. മൊഡ്യൂൾസിന്റെ റേറ്റ് ഈക്വൽ ആണ്. ബട്ട് എന്താണ് വ്യത്യാസം വരുന്നത്? നമ്പറിനനുസരിച്ച് എത്ര മൊഡ്യൂൾസ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ റേറ്റിന് ചേഞ്ച് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു മന്തില് 3 മൊഡ്യൂൾ ആണ് യൂസ് ചെയ്തതെങ്കിൽ അതിന്റെ റേറ്റ് 1 മൊഡ്യൂളിന്റെ റേറ്റ് 5 റുപ്പീസ് ആണ്. അതായത് ഈച്ച് മൊഡ്യൂളിന്റെ റേറ്റ് 5 റുപ്പീസ് ആണെങ്കിൽ 3 മൊഡ്യൂൾ ആണ് ഈ ഒരു മന്തിൽ ആക്സസ് ചെയ്യുന്നതെങ്കിൽ 3 × 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 15 ആണ് വരിക. അതായത് 3 × 5 എന്ന് നമ്മൾക്ക് അതിനെ എഴുതാം. ദെൻ നെക്സ്റ്റ് മന്ത് 6 മൊഡ്യൂൾ ആണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? 6 × 5 എന്ന് എഴുതാം. കാരണം ഈ 5 ഈച്ച് മൊഡ്യൂളിന്റെയും റേറ്റ് ഈക്വൽ ആണ്. 5 തന്നെയാണ് മൊഡ്യൂളിന്റെ റേറ്റ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് ചേഞ്ച് വരുന്നില്ല. ഏത് മൊഡ്യൂൾ എടുത്താലും അതിന്റെ റേറ്റ് ഈക്വൽ ആണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഇവിടെ 5 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് ഓഫ് 1 മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു, ഇവിടെ 5 ആണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. അപ്പോൾ ആ 1 മൊഡ്യൂളിനെ നമ്മൾക്ക് ഏത് ലെറ്റർ കൊണ്ട് യൂസ് ചെയ്യാം? എ എന്ന ലെറ്റർ കൊണ്ട് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് അതിനെ എ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ബി ആണ്. ഫിക്സഡ് മന്ത്ലി ഫീ എന്ന് പറയുന്നത് ബി ആണ്. അതിന്റെ കൂടെ അഡീഷണൽ ചാർജ് ആയിട്ടാണ് വരുന്നത്. മൊഡ്യൂൾ ആക്സസ് ചെയ്യുന്നതനുസരിച്ചാണ് അഡീഷണൽ ചാർജ് വരുന്നത്. അപ്പോൾ മൊഡ്യൂളിന്റെ റേറ്റ് 1 മൊഡ്യൂളിന്റെ റേറ്റ് എ ആയിട്ട് എടുക്കാം. ദെൻ നമ്പറിനനുസരിച്ച് ഇപ്പോൾ 3 മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സാമ്പിൾ 5 ആയതുകൊണ്ട് 3 × 5 എടുത്തു. ഇവിടെ എ ആണ് മൊഡ്യൂളിന്റെ റേറ്റ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3 × a എഴുതാം. നെക്സ്റ്റ് മന്തിൽ 6 ആണ് എടുക്കുന്നതെങ്കിൽ 6 × a എന്ന് എഴുതാം. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മൊഡ്യൂൾസ് ചേഞ്ച് വരുന്നു. ഓരോ മന്തിലും
നമ്പർ ഓഫ് മൊഡ്യൂൾസ് നമ്മൾ ആക്സസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് വരും, അതായത് അതിന്റെ വാല്യൂ ചേഞ്ച് വരും. അപ്പോൾ ഇവിടെ വേരിയബിൾ എക്സ് ആണ് ഏതിനെ ഡിനോട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് മൊഡ്യൂൾസിനെ സൂചിപ്പിക്കുന്നത് എക്സ് എന്ന വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് എ എക്സ് എന്ന് എഴുതാം. ഇതിനെ നമ്മൾക്ക് എ എക്സ് എന്ന് എഴുതാം. സോ ഈ എ എക്സ് പ്ലസ് ബി ചേർന്നിട്ടാണ്, ഈ എ എക്സ് പ്ലസ് ബിയും ചേർന്നിട്ടാണ് എന്ത് ടോട്ടൽ ബില്ല് വരുന്നത്, ഒരു മാസത്തെ ടോട്ടൽ ആ ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ ആ മാസത്തിൽ വരുന്ന ടോട്ടൽ ബില്ലാണ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത്. ഇവിടെ ബില്ലിനെ ഏത് വേരിയബിൾ കൊണ്ടാണ് യൂസ് ചെയ്തത്, ബിൽ വൈ ആണ്. വൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്, വേരിയബിൾ ആണ് ഇതിന് യൂസ് ചെയ്തത് ബിൽ, അതായത് ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ ഒരു മാസം പേ ചെയ്യേണ്ട ബില്ലാണ് വൈ എന്നുള്ള വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടി ഏതൊക്കെയാണ് വൈ എന്നുള്ള ബില്ല് എത്രയാണ് എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, അഡീഷണൽ ചാർജ് വരുന്നുണ്ട്, അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട് മൊഡ്യൂൾ ആക്സസ് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് എത്ര നമ്പർ ആണോ എത്ര മൊഡ്യൂൾ ആണോ യൂസ് ചെയ്തത് അതിനനുസരിച്ചാണ് ബിൽ വരുന്നത്. പ്ലസ് എന്തുകൂടെ നമ്മൾ ആഡ് ചെയ്യണം, ഒരു മന്ത്ലി ഒരു ഫിക്സഡ് ഫീ, എന്താ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിന് മന്ത്ലി ഫിക്സഡ് ഫീ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ്, ഈ ഒരു ലീനിയർ ഇതാണ് ലീനിയർ റിലേഷൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി. എങ്ങനെയാണ് ഇവിടെ എയും ബിയും കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, കോൺസ്റ്റന്റ് ആണ്. എയും ബിയും കോൺസ്റ്റന്റ് ആണ്, ഇതിന് ചേഞ്ച് വരുന്നില്ല. കാരണം മന്ത്ലി ഫിക്സഡ് ഫീ ആണ്, അത് ഏത് മാസമായാലും അത് ഫിക്സഡ് ആണ്. ദാറ്റ് ഈസ് ബി ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നതിന് ഒരു വൺ മൊഡ്യൂൾ, ഈച്ച് മൊഡ്യൂളിന്റെയും റേറ്റ് ഈക്വൽ ആണ്, അതാണ് എ, കോസ്റ്റ് ഓഫ് വൺ മൊഡ്യൂൾ. ദെൻ എന്താണ് മാറുന്നത്, നമ്പർ ഓഫ് മൊഡ്യൂൾ, യൂസ് ചെയ്യുന്ന മൊഡ്യൂളിനനുസരിച്ചാണ്, ആക്സസ് ചെയ്യുന്ന മൊഡ്യൂളിനനുസരിച്ചാണ് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് ആണ് ഇവിടെ നമ്പർ ഓഫ് മൊഡ്യൂൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ ഇവ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, വൈ എന്നുള്ള വേരിയബിൾ, ദാറ്റ് ഈസ് ബിൽ കിട്ടും. അത് ബില്ലിനെ ഏതായത് കൊണ്ടാണ് സൂചിപ്പിച്ചത്, വൈ എന്നുള്ള വേരിയബിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ കണ്ടുപിടിക്കേണ്ടത് കോൺസ്റ്റന്റ് ആണ് എ ആൻഡ് ബി. ദെൻ അറിയാവുന്ന കാര്യം ഇവിടെ റിലേഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. റിലേഷൻ ഈസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ ഈ വൈ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, വൈ ഈസ് ഈക്വൽ ടു മന്ത്ലിയുള്ള ബില്ലാണ്. അതായത് ആ ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു ബിൽ തരൂലേ, ആ ബില്ലാണ്, മന്ത്ലി ബില്ലാണ് വൈനെ കൊണ്ടൊരു വൈനുള്ള വേരിയബിളിന് ഡിനോട്ട് വൈനുള്ള വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ് is equal to number of modules accessed. Then A എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, A is equal to cost of one module, or each module. Then next B ആണ്. B എന്താണ് പറയുന്നത്, ഫിക്സഡ് ഫീ ആണ്. ആ മാസത്തെ ഫിക്സഡ് ആയിട്ട് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കണം, അതിന്റെ കൂടെയാണ് അഡീഷണൽ ചാർജ് വരുന്നത്. അപ്പൊ എന്താണ്, ഫിക്സഡ് ഫീ ആണ് വരുന്നത്. ഫിക്സഡ് മന്ത്ലി ഫീ. ഇത്രയുമാണ് ഈ ഒരു ലീനിയർ റിലേഷൻ y is equal to ax plus b എന്ന ഒരു ഇക്വേഷനില് തന്നിട്ടുള്ള വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. Then next ഫസ്റ്റ് കേസിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് she accessed 10 modules, her bill was 400.
ഈ ആക്സസിൽ 10 modules. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോഡ്യൂൾസ് ഈസ് ഈക്വൽ നമ്പർ ഓഫ് മോഡ്യൂൾസിനെ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 10 modules ആണ് ഫസ്റ്റ് കേസിൽ അവൾ ആക്സസ് ചെയ്തത്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ വൈ എത്രയായിരുന്നു? 400 ആണ്. y is equal to 400. Then equation എങ്ങനെ എഴുതാം? y is equal to ax plus b ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ വേരിയബിൾസിന്റെ വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കാം. ദാറ്റ് ഈസ് 400 is equal to എയും ബിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ വാല്യൂസ് അറിയില്ല. Then a into x 10 ആണ്. a into x plus 400. Sorry, b. a into x plus b. Then 400 is equal to a into 10 is equal to 10a plus b. Equation number 1. And the next case, second case, എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? x number of module is x equal to 14 module ആണ്. Then 500 ആണ് ബില്ല് വരുന്നത്. 14 module യൂസ് ചെയ്യുമ്പോൾ 500 ആണ് ബില്ലായിട്ട് വരുന്നത്. Then x equal to 14, y is equal to 500. Then y equal to ax plus b. അങ്ങനെ മാറും. 500 equal to a into x ന് പകരം 40 എന്ന് കൊടുക്കാം plus b. Then 500 equal to 14a. a into 14 is equal to 14a plus b. Equation number 2. 2 equation ഇവിടെ ലഭിച്ചു. ഇതിൽ നിന്നും എയും ബിയും കണ്ടുപിടിക്കണം. ഇവിടെ 2 ഇക്വേഷനിലും എയും ബിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിയില് 1b ആണ് രണ്ടിലും വരുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സബ്സ്ട്രാക്ട് ചെയ്യാം. 2 minus 1 കൊടുക്കാം. ഇക്വേഷൻ 2 minus ഇക്വേഷൻ 1. Then LHS 500 minus 400 എന്ന് എഴുതാം. 500 minus 400 equal to എന്ത് എഴുതാം? 14a minus 10a. 14a minus 10a plus b minus b ആണ്. നെക്സ്റ്റ് b എന്നുള്ള ലെറ്റർ ആണ്. ദാറ്റ് ഈസ് b minus b equal to 100. 500 minus 400 is equal to 100. 14 minus 10 is equal to 4 and the variable plus b minus b is equal to 0. Therefore, a is equal to 100 divided by 4 equal to 25. അപ്പോൾ a എത്രയാണ് കിട്ടിയത്? 25. നിങ്ങൾക്ക് ഈ രീതിയിൽ മൈനസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 8 നിങ്ങൾ പഠിക്കുന്നത് 2 minus 1 നമുക്ക് എങ്ങനെ എഴുതാം? 500. Equation number 2, 500 equal to 14a plus b and equation minus 400 equal to 10a plus b എന്ന് എഴുതാം. സോ ഇവിടെ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ 8 രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 100. 500 minus 400 is equal to 100. ആൻഡ് കോമൺ വേരിയബിൾസ്, അതായത് ലെറ്റേഴ്സ് എ വരുന്നത് എക്ക് തൊട്ട് താഴെ തന്നെ എഴുതണം. ബി എന്നുള്ള ലെറ്റർ വരുന്നതിന് തൊട്ട് താഴെ തന്നെ ബി. നെക്സ്റ്റ് ഇക്വേഷനിൽ ബി എന്നുള്ള ലെറ്റർ വരുന്ന ടൈം എഴുതണം. സോ ഇവിടെ 14 minus 10 ആണ്. 14 minus 10 is 4. ദെൻ വേരിയബിളിന് ചേഞ്ച് ഇല്ല, അതായത് ലെറ്റേഴ്സിന് ചേഞ്ച് വരുന്നില്ല, അത് തന്നെ എഴുതാം 14. ദെൻ ബി മൈനസ് ബി ഇങ്ങനെ എഴുതിയിട്ടും ചെയ്യാം.
അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനുണ്ടാകുന്ന ഈ ഒരു രീതിയിൽ 25 ഈ വാല്യൂ ഏതിൽ കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ദാറ്റ് ഈസ് a equal to 25 in equation number 1. Therefore equation number 1 എന്തായി മാറും? 400 equal to 10a. 10a means 10 into a യുടെ വാല്യൂ 25. 10 into 25 plus b എന്ന് എഴുതാം. Then 400 equal to 10 into 25, that is 250 plus b. Then b is equal to 400 minus 250. Therefore b equal to 150 എന്ന് കിട്ടും. b യുടെ വാല്യൂ 150 എന്ന് കിട്ടും. Therefore final answer ആയിട്ട് വരുന്നത് a is equal to 25 and b is equal to 150. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ ലീനിയർ റിലേഷൻ നമ്മൾക്കറിയാം. y is equal to ax plus b ആണ് തന്നിട്ടുള്ളത്. അതിനെന്ത് ചേഞ്ച് വരും? y is equal to ax plus b എങ്ങനെ നമ്മൾക്ക് മാറ്റി എഴുതാം? y is equal to a യുടെ വാല്യൂ അറിയാം. a ഇവിടെ വരുന്നത് 25 ആണ്. a യുടെ വാല്യൂ 25 ആണ്. a 25 plus 25 into x plus b 150 ആണ്. So 150 എന്ന് എഴുതാം. ഇപ്പോൾ ലീനിയർ റിലേഷൻ ഈ ഒരു ഇക്വേഷൻ ഏത് രീതിയിലാണ് വന്നത്? y is equal to 25x plus 150 എന്ന് വന്നു. ഈ ഒരു ഇക്വേഷനില് ഏത് മാസത്തെ മാസത്തെ ബില്ല് നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ബില്ല് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിൽ എന്ത് കൊടുത്താൽ മതി? എക്സ് ആ മൊഡ്യൂൾ എത്ര മൊഡ്യൂൾ യൂസ് ചെയ്തു, എത്ര നമ്പർ ഓഫ് മൊഡ്യൂൾസ് എത്രയാണ്, ആ ഒരു മൊഡ്യൂൾസ് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്താൽ ഏത് കിട്ടും? ആ മാസത്തെ ടോട്ടൽ ബില്ല്. നമ്പർ ഓഫ് മൊഡ്യൂൾസ് എക്സും അതുപോലെ തന്നെ മൊഡ്യൂൾസിന് കോസ്റ്റ് ഓഫ് മൊഡ്യൂൾസ്, അതായത് മൊഡ്യൂളിന്റെ റേറ്റ് ആയിട്ട് വരുന്നത് 25 ആണ്. ദെൻ ബി മന്ത്ലി ഫിക്സഡ് ഫീ, ഓരോ മാസത്തിലും ഫിക്സഡ് ഫീ ആയിട്ട് വരുന്നത് 150 ആണ്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. Next question. Question number 2. A gym charges a fixed monthly fee and an additional cost per hour for using badminton court. A student using gym observed that when she used the badminton court for 10 hours, her bill was 800 rupees. When she used it for 15 hours, her bill was 1,100 rupees. If the monthly bill y depends on the hours of the use of the badminton court. According to the relation y is equal to a plus b, find the values of a and b. ഈ ഒരു ക്വസ്റ്റ്യനിലും ലീനിയർ റിലേഷൻ ആണ് പറയുന്നത്. ലീനിയർ റിലേഷൻ ഓഫ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അതായത് എക്സ് വൈ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സ് എന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ എ ആൻഡ് ബി, എയും ബിയുമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ അതേ രീതിയിലുള്ള അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ജിം ഉപയോഗിക്കുന്നതിന് മന്ത്ലി ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. ആ ഫിക്സഡ് എമൗണ്ടിനെ ബി ആയിട്ട്, ബി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, ബി ആയിട്ട് ഇതിനെ കണക്കാക്കാം. ദെൻ അതുപോലെ തന്നെ ആ ടോട്ടൽ ബില്ല് പറയുന്നത് ഇതിന്റെ കൂടെയുള്ള അഡീഷണൽ ബില്ലും കൂടെ ചേർത്തിട്ടാണ്. അഡീഷണൽ ബില്ല് വരുന്നത് ബാഡ്മിന്റൺ കോർട്ട് എത്ര അവർ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അഡീഷണൽ ബില്ല് വരുന്നത്. സോ ഇത് കൂടെ വരും എ പ്ലസ് എക്സ് എന്ന് കൂടെ വരും. എ പ്ലസ് എക്സ് പ്ലസ് ബി ആണ് വരുന്നത്. ടോട്ടൽ ബില്ല് വൈ ആണ്. അപ്പോൾ ടോട്ടൽ ബില്ല് എന്ന് പറയുന്നത് ഈ എ പ്ലസ് ബി ആണ്. ബി പറയുന്നത്
മന്ത്ലി ഉള്ള ഫിക്സഡ് എമൗണ്ട് ആണ്. അപ്പോൾ Ax എന്തായിരിക്കും? എക്സ് മീൻസ് നമ്പർ ഓഫ് അവേഴ്സ് ആണ്. എത്ര അവർ ആണ് യൂസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് അവേഴ്സ് ഫോർ യൂസിങ്. എത്ര അവറാണോ ബാഡ്മിന്റൺ കോർട്ട് യൂസ് ചെയ്യുന്നത്, അതാണ് എക്സ് എന്ന വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് അവേഴ്സ്. ദെൻ അതുപോലെ എ എന്നുള്ളത് കോസ്റ്റ് ആണ്. എന്താണ് എ എന്നുള്ളത്? റേറ്റ് ആണ്. റേറ്റ് പെർ അവർ. എത്ര ഒരു മണിക്കൂറിൽ എത്രയാണോ ചാർജ് വരുന്നത്, അതാണ് എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ചാർജ് പെർ അവർ ഫോർ യൂസിങ് ബാഡ്മിന്റൺ കോർട്ട്. ബാഡ്മിന്റൺ കോർട്ട് യൂസ് ചെയ്യാൻ ഒരു മണിക്കൂറിൽ എത്രയാണ് റേറ്റ്, അതിനെയാണ് എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഇത് പ്രോബ്ലത്തിലേക്ക് കടക്കാം, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. റിലേഷൻ y is equal to ax plus b എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ y എന്തായിട്ടാണ് വരുന്നത്? ടോട്ടൽ bill. y is equal to total bill. And x is equal to number of hours using badminton court. Then അതുപോലെ തന്നെ എ കോൺസ്റ്റന്റ് ആണ്. എ എന്താണ്? ചാർജ് പെർ അവർ. ചാർജ് പെർ അവർ, അതായത് ഒരു മണിക്കൂറിൽ എത്രയാണോ ചാർജ് വരുന്നത് ഫോർ യൂസിങ്. ഏത് യൂസ് ചെയ്യുമ്പോഴാണ് വരുന്നത്? ഫോർ യൂസിങ് ബാഡ്മിന്റൺ കോർട്ട്. ബാഡ്മിന്റൺ കോർട്ട് യൂസ് ചെയ്യാൻ ആവശ്യമായ ഒരു മണിക്കൂർ എത്രയാണോ റേറ്റ്, അതാണ് എ ആയിട്ട്, അതിനെയാണ് എ ആയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ബി ഏതായിട്ടാണ് എടുത്തിട്ടുള്ളത്? ബി ഫിക്സഡ് മന്ത്ലി ഫീ ആണ്. അതായത് ഫിക്സഡ് മന്ത്ലി ഫീ. ഒരു ജിമ്മിൽ പോകുന്നതിന്, നമ്മൾ ജിം ഉപയോഗിക്കുന്നതിന് ഒരു ഫിക്സഡ് എമൗണ്ട് കണക്കാക്കിയിട്ടുണ്ട്. ആ ഫിക്സഡ് എമൗണ്ട്, മാസത്തിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്, അതാണ് ബി എ. ആ ഫിക്സഡ് എമൗണ്ട് ആണ് ബി ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ദെൻ ഫസ്റ്റ് കേസിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാഡ്മിന്റൺ കോർട്ട് 10 hours യൂസ് ചെയ്യുമ്പോൾ 800 rupees ബില്ലാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Case 1. X equal to 10 hours. 10 hours യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്പർ ഓഫ് അവേഴ്സ് ഈക്വൽ ടു 10 ആണ്. 10 എങ്കിൽ y എത്രയാണ് വരുന്നത്? y is equal to 800. ബില്ല് വരുന്നത് 800 ആണ്. ഇങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? y is equal to ax plus b ആണ് ഇക്വേഷൻ. സോ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? yക്ക് പകരം 800 കൊടുക്കുക. ദാറ്റ്സ് ഈക്വൽ ടു a into x 10 ആണ് പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 800 is equal to 10a plus b. ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. Then case 2. സെക്കൻഡ് കേസിൽ വരുന്നത് x equal to xന് എത്ര മണിക്കൂറാണ് വരുന്നത്? 15 മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബില്ല് വരുന്നത് 1100 rupees ആണ് ബിൽ വരുന്നത്. So x equal to 15, then y is equal to 1100 rupees. Then equation y is equal to ax plus b. Then 1100 is equal to a into 15 plus b. Therefore, 1100 is equal to 15a plus b. Equation number 2. So, 2 equation കിട്ടി. ഇതിൽ നിന്നും എയും ബിയും കണ്ടുപിടിക്കണം. കഴിഞ്ഞ
കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത പോലെ തന്നെ ഇത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. 2 മൈനസ് 1 എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 മൈനസ് 1. Therefore 1002 മൈനസ് 1 ഇക്വേഷൻ നമ്പർ 2 1000 ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ അവ തമ്മിൽ മൈനസ് ചെയ്യാം. 8100 മൈനസ് 800 is equal to 15a minus 10a plus b minus b. 1100 is equal to equation number 2 ആണിത്. 15a plus b minus 800 is equal to 10a plus b. That is b and b ഇവിടെ cancel ആയിപ്പോയി. Then 15 minus 10 is 5. Then variable a. Then 800, 1100 minus 800, that is 300. So ഇവിടെ 300 is equal to 5a എന്ന് കിട്ടും. Therefore a is equal to 300 divided by 5 എന്ന് എഴുതാം. Is equal to 6 and 0, 60. A is equal to 60 എന്ന് കിട്ടി. Then a യുടെ വാല്യൂ എവിടെ കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. Then a is equal to 60 in equation number 1. Then equation 1 become 800 is equal to 10 into a ക്ക് പകരം 60 എന്ന് കൊടുക്കാം plus b എന്ന്. Then 800 equal to 600 plus b. Therefore b is equal to 800 minus 600 is equal to 200. b യുടെ വാല്യൂ 200 അതുപോലെ a യുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? a is equal to 60 and b is equal to 600 എന്ന് കിട്ടി. Therefore ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? y is equal to ax plus b. അതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ax plus b എങ്ങനെ വരുന്നത്? yക്ക് പകരം y is equal to എങ്ങനെ എഴുതാം? y is equal to യുടെ വാല്യൂ ചേർക്കുക. a is equal to 60 plus 60 into x plus b 600. Sorry, b 600 അല്ല 200 ആണ്. Sorry, b യുടെ വാല്യൂ 200. Then 200. ഈ ഒരു ലീനിയർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏത് മാസം എടുത്താലും ഏത് മാസത്തെയും ബില്ല് നമ്മൾക്ക് പേ ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കാരണം ഇവിടെ ഫിക്സഡ് എമൗണ്ട് കിട്ടുന്നത് 1 മണിക്കൂർ ബാഡ്മിന്റൺ കോർട്ട് യൂസ് ചെയ്യുന്നതിന് 60യും അതുപോലെ തന്നെ ജിം യൂസ് ചെയ്യുന്നതിന് മന്ത്ലിയുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് 200 ആണെന്ന് അറിഞ്ഞു. നമ്മൾക്ക് ഒരു മാസം ബാഡ്മിന്റൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ ടോട്ടൽ ബില്ലിന് ചേഞ്ച് വരുന്നത്. സോ എക്സ് എത്രയാണെന്ന് അറിയാവുന്നത് അത് അടുത്ത ഈ ഒരു മാസം 10 hours ആണ് യൂസ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് മാസം നമുക്ക് 20 hours ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു എക്സിന് പകരം 20 കൊടുത്താൽ വൈനുള്ള ബില്ല്, അതായത് ആ ടോട്ടൽ ബില്ല് കിട്ടും. ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ കിട്ടും. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ടോട്ടൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എക്സ് നമ്പർ ഓഫ് അവേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് വരുന്നത്? കോസ്റ്റ് പെർ അവർ. Then B is fixed amount, monthly amount. Then Y യുടെ
ബില്ലായിട്ടാണ് വരുന്നത്. ടോട്ടൽ ബില്ലായിട്ടാണ് വണ്ടി എടുക്കുന്നത്. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 3. Consider the relationship between temperature measured in degrees Celsius and degrees Fahrenheit, which is given by degree Celsius is equal to A degree Fahrenheit plus B. Find A and B given that ice melt at 0 degrees Celsius and 32 degrees Fahrenheit. And water boils at 100 degrees Celsius and 212 degrees Fahrenheit. Hence, when degree Celsius is equal to 0, Fahrenheit is equal to 32. And when degree Celsius is equal to 100, Fahrenheit equal to 212. Use this information to find A and B and thus the linear relationship between degree Celsius and Fahrenheit. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ ആൻഡ് ബി ആണ്, കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണിത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവാം, സയൻസിൽ പഠിച്ചിട്ടുണ്ടാവാം. ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റിലേക്കും അതുപോലെ തന്നെ ഫാരൻഹീറ്റിൽ നിന്നും ഡിഗ്രി സെൽഷ്യസിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ആ ഒരു ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഈ ഒരു ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. സോ അതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ദെൻ എന്താണ് ആ ഇക്വേഷൻ എന്ന് ഞാൻ ഇവിടെ എഴുതാം. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 5/9 ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32. ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്താൽ ഈ ഒരു റിലേഷൻ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി, ഈ ഒരു റിലേഷൻ സോൾവ് ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നത്. സോ ഇവിടെ 2 കേസ് തന്നിട്ടുണ്ട്. അതായത് ഡിഗ്രി ഐസ് മെൽറ്റ് ചെയ്യുന്നത്, ഐസ് മെൽറ്റ് ആവുന്ന ടൈം, മെൽറ്റ് ആവുന്ന ഡിഗ്രി നിങ്ങൾക്കറിയാവുന്നതാണ് ഇതൊക്കെ. കേസ് 1ൽ ഐസ് മെൽറ്റ് ആവുന്നത് എപ്പോഴാണ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. എപ്പോഴായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് 0 ആവുമ്പോഴാണ് ഐസ് മെൽറ്റ് ആകുന്നത്. അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി ആയിരിക്കും? 32 ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കും ഐസ് മെൽറ്റ് ആവുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ ആയിട്ട് വരുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് മെൽറ്റ് ആവും. അപ്പോൾ ഫാരൻഹീറ്റ് പറയുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. ദെൻ സെക്കൻഡ് കേസിൽ വരുന്നത് വാട്ടർ ബോയിൽസ്, അതായത് വെള്ളം ചൂടാകുമ്പോൾ ചൂടാകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ചൂടാകുന്നത്. അത് ഫാരൻഹീറ്റിലാവുമ്പോൾ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഹിന്ദിന്റെ ആവശ്യം തന്നെയില്ല, നിങ്ങൾ ഓൾറെഡി സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിൽ എത്തിച്ചേരുന്നത് എന്ന് നോക്കാം. ഇവിടെ റിലേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്, റിലേഷൻ ഏതാണ് വരുന്നത്? റിലേഷൻ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി, എ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി. ഇതാണ് ഇവിടെ റിലേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ എയും ബിയും എന്താണ്? എ, ബി എന്തായിരിക്കും? ഇവ രണ്ടും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്, എയും ബിയും കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ദെൻ ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് എഫും അതുപോലെ തന്നെ സിയുമാണ്, ഫാരൻഹീറ്റും സെൽഷ്യസുമാണ്. കാരണം ഫാരൻഹീറ്റ് എത്രയാണോ ചേഞ്ച് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഏതിന് ചേഞ്ച് വരുന്നത്? ഡിഗ്രി സെൽഷ്യസിന് ചേഞ്ച് വരുന്നത്, സിക്ക് ചേഞ്ച് വരുന്നത്. സോ അതാണ് ഈ ഒരു റിലേഷനിൽ കാണിക്കുന്നത്. ദെൻ കേസ് 1 എടുക്കാം. കേസ് 1ൽ ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് 0 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. C is equal to 0 and
degree Celsius is equal to 0 and degree Fahrenheit is equal to 32. ഇതാണ് കേസ് 1 വരുന്നത്. അതായത് ഐസ് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു മെൽറ്റ് ആവുന്ന ആ ഒരു അവസ്ഥയിൽ. സോ ഇത് ഇക്വേഷനിൽ കൊടുക്കാം. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി ആണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്, ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഡിഗ്രി സെൽഷ്യസ് എന്തായി മാറും? 0 ഡിഗ്രി 0 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്, എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 0 ഡിഗ്രി 60 ഡിഗ്രി ഫാരൻഹീറ്റ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 32 ആണ്. സോ എ ഇൻറ്റു 32 പ്ലസ് ബി, that is 0 is equal to a into 32, 32 into a എന്ന് എഴുതാം പ്ലസ് ബി. ഇക്വേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. 32a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 എന്നാക്കാം. രണ്ടും സെയിം തന്നെ. സോ ഇതിനെ തിരിച്ചെഴുതാം. ദെൻ കേസ് 2, കേസ് 2 പറയുന്നത് വാട്ടർ ബോയിൽസ് ചെയ്യുന്ന, വെള്ളം ചൂടാവുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്രയായിരിക്കും ഡിഗ്രി സെൽഷ്യസ് വരുന്നത്? ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 100 ആണ്. അങ്ങനെയെങ്കിൽ ഫാരൻഹീറ്റ് ആ സമയത്ത് ഫാരൻഹീറ്റ് ആയിട്ട് വരുന്നത് 212 ആണ്. 212. സോ ഇക്വേഷൻ എങ്ങനെ വരും? ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി ആണ് ഇക്വേഷൻ. സോ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ഡിഗ്രി സെൽഷ്യസിന് പകരം 100 ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ വെള്ളം ചൂടാവുന്നത്. സോ എ ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ്, ഇപ്പോൾ ഫാരൻഹീറ്റിലാവുമ്പോൾ 212 ആണ് പ്ലസ് ബി കോൺസ്റ്റന്റ്. Therefore, 100 is equal to 212 into A എന്ന് എഴുതാം പ്ലസ് ബി. ഇക്വേഷൻ നമ്പർ 2 ആണ് വരുന്നത്. ഇതിനെ ചേഞ്ച് ചെയ്യാം. 212 A പ്ലസ് ബി ഈസ് ഈക്വൽ ടു 100 എന്ന് തിരിച്ചെഴുതാം. സോ ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടി. ഇതിൽ നിന്നും എയുടെയും ബിയുടെയും വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചാൽ അറിയാം, ബി രണ്ടിലും ബിയുടെ കോയിഫിഷ്യന്റ് വരുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ആയി പോകും. എലിമിനേഷൻ ഇവ എലിമിനേറ്റ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 2 നിന്നും ഇക്വേഷൻ നമ്പർ 1 സബ്സ്ട്രാക്ട് ചെയ്യാം. സോ 212a പ്ലസ് b is equal to 100 minus equation number 1 32a plus b is equal to 0. The 212 minus 32 is 180. A plus b, b minus b is equal to 0. B minus b is equal to 0. Is equal to 100 minus 0 is 100. That is 180. A is equal to 100. Therefore, A is equal to 100 divided by 180. 0 and 0 in വെട്ടിപ്പോവും. Then 10 80 into 2 common ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വെട്ടിക്കളയാം. Therefore, 5 into 2 ആണ് 10 and 9 into 2 ആണ് 80. That is A is equal to 5 by 9. എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ ഏതിൽ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So A is equal to 5 by 9 in equation number 1. So equation number 1 becomes 32 into A. എയുടെ സ്ഥാനത്ത് 5 by 9 കൊടുക്കുക plus B is equal to 0. So 32 into 5 is into 5. 32 into 5 is 160.
divided by 9 plus b is equal to 0. Therefore, b is equal to ഇവിടെ പ്ലസ് ആണ്, ആർ എച്ച് എസിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് മൈനസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് മൈനസ് 160 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടി. സോ എയുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ ബിയുടെ വാല്യൂ കിട്ടി. ദെൻ എന്താണ് ഇക്വേഷൻ എന്ത് ചേഞ്ച് വരുമെന്ന് നോക്കാം. റിലേഷൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എ ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി ആണ്. ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എക്ക് പകരം ഏതാണ് വരുന്നത്? എയുടെ വാല്യൂ 5/9 ആണ്. ദെൻ ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് ബി വരുന്നത് -160 divided by 9 ആണ്. Therefore, degree Celsius is equal to 5/9 degree Fahrenheit minus plus into minus, that is minus 160 divided by 9. ഈ ഒരു ഇക്വേഷനിലാണ് എത്തിച്ചേർന്നത്. ഇതാണ് ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിൽ നിന്നും ഡിഗ്രി സെൽഷ്യസിലേക്കും അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ആദ്യം ഫസ്റ്റിൽ എഴുതിയ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 5/9 ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ് -32 എന്ന ഒരു ഇക്വേഷൻ വരുന്നത്. ബിക്കോസ് ഇതിൽ നിന്നും ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 5/9 കോമൺ ആയിട്ട് രണ്ടിലും 5/9 ഉണ്ട്. അത് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ ഡിഗ്രി ഫാരൻഹീറ്റ് -32 എന്ന് വരും. ഇതാണ് ആ ഇക്വേഷൻ ഫസ്റ്റിൽ എഴുതുന്നത്. അതായത് ഫാരൻഹീറ്റിൽ നിന്നും ഡിഗ്രിയിലേക്കും ഡിഗ്രി സെൽഷ്യസിലേക്കും അതുപോലെ ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റിലേക്കും കൺവേർട്ട് ചെയ്യാൻ, ടെമ്പറേച്ചർ കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സസൈസ് 2.5 ഉണ്ടായിരുന്നു. ആ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്തു. ദെൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദെൻ നെക്സ്റ്റ് എക്സസൈസുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.